ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയിച്ച എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെയും കുഴപ്പമില്ലാതൊക്കെ പോണ്. പ്രൈസമ്മോൻ്റെ കാര്യം എല്ലാവരും പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അവന് പനി കുറവുണ്ട്, പക്ഷേ അവന് ഫുഡ് എടുക്കാൻ വയ്യ. അപ്പം സൂസൻ പറഞ്ഞായിരുന്നു, ചേച്ചി അവന് വെളിയിലത്തെയൊക്കെ ഇഷ്ടമല്ലേ, വെളിയിലത്തെ എന്നാൽ വാങ്ങിച്ചു കൊടുക്കുന്നത്. എൻ്റെ മോളെ അവന് കേക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അവൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച അതും വീട്ടിലുണ്ടാക്കി അവൻ്റെ ഫ്രണ്ട്സിൻ്റെ മമ്മിയുടെ നിന്നാണ് വാങ്ങിച്ചത്. അതവന് ഭയങ്കര ഇഷ്ടമാണ് കേക്കൊക്കെ. നമ്മുടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഇവന്മാർ മെയിൻ കേക്കിന് വേണ്ടി പറയാൻ ഇരിക്കുന്നത്. അപ്പോൾ കേക്ക് പോലും കൊടുത്തിട്ട് അതിൻ്റെ പകുതിയെ കഴിച്ചുള്ളൂ, അതുപോലും വെറുത്ത്. പിന്നെ എന്തോ വേണം അവന്. ഞാൻ സൂസൻ പറഞ്ഞതുപോലെ ഞാൻ ചിന്തിച്ച് പനിയാ ഇന്നത് കൊടുക്കണ്ടെന്നൊന്നും നോക്കണ്ട, എന്തോ അവൻ കഴിക്കുന്നതെന്ന് വെച്ചാൽ അത് കൊടുക്കാൻ ചോദിച്ചാൽ അവനൊന്നും വേണ്ട. അപ്പോൾ ഇന്നലെ രാത്രി ഇവനിങ്ങനെ, ഞാൻ പറഞ്ഞില്ല, രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ല, ഒരു ആപ്പിൾ കൊടുത്തിട്ട് അതും പകുതിയേ കഴിച്ചുള്ളൂ. അപ്പം ഞാൻ പിന്നെ രാത്രിയെ നോക്കിയുണ്ട്, ഫ്രിഡ്ജിൽ നോക്കിയുണ്ടേ ഇലക്ട്രോലൈറ്റ് ഇരിപ്പുണ്ടായിരുന്നു, ഇന്നാൾ റേച്ചാന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പം അത് കലക്കിയിട്ട് ഞാൻ പറഞ്ഞ് ഇത്തിരി അത് കുടിക്കാൻ. പിന്നെ അത് ഇച്ചിരി കൊടുത്ത്, കാരണം ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറുമല്ലേ. ഒരു ഗ്ലൂക്കോസ് പൗഡർ എപ്പോഴും നമ്മൾ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. അത് ഇവന്മാരിടയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ അതങ്ങ് തീർത്ത്. ഇതാ എമർജൻസി വരുമ്പം ഒന്നും ഇല്ലെന്ന് പറയുന്നത്. എന്തോ വന്നേലും ഇന്ന് ഉച്ചയ്ക്കും വേണ്ടെന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ വിട്ടില്ല അവരെ, കാരണം 4th ഫ്ലോർ വരെ കയറിപ്പോണം. ഇങ്ങനെ ഒന്നും കഴിക്കാതെ പോയി അവിടെ കാണാൻ കറങ്ങി വീണ എന്തോ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടില്ല. അതുകൊണ്ട് എന്തോ വൈകിട്ട് നോട്ട്സിന് വേണ്ടി കിടന്ന് ആകെ ബുദ്ധിമുട്ടുക. അപ്പം രാത്രി പിന്നെ ഒരിച്ചിരി ചോറ് കൊടുത്ത് ഞാൻ അത് കഴിച്ച് ഒരു 2-3 ഉരുള കഴിച്ചാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് അവന് പനി വന്ന് പിറ്റേ ദിവസമുള്ള വീഡിയോ. അപ്പോൾ അന്ന് ആ ദിവസങ്ങളിൽ അവന് ഫുഡ് അങ്ങനെ കുഴപ്പമില്ലായിരുന്നു, എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് നല്ല ടെമ്പറേച്ചർ അങ്ങായി കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞാണ് ഇവൻ ഈ ഫുഡിനോടങ്ങ് വെറുപ്പായത്. അന്നേരം രാവിലത്തെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഉച്ചയ്ക്ക് തൊട്ടുള്ള ഒരു ചപ്പാത്തിക്ക് ഒരു മുട്ടക്കറി ഉണ്ടാക്കുക, അത് തൊട്ടാണ് എടുക്കാൻ പറ്റിയത്. ഇത്തിരി ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട്, അപ്പോൾ ഉള്ളിയും ഉരുളൻകിഴങ്ങും എല്ലാം ഒന്ന് വഴന്ന് വന്ന് ഞാൻ അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു 3.5 ടീസ്പൂണും കാശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂണും 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് മസാലയുടെയൊക്കെ പച്ചമണം ഒന്ന് പോട്ടെ, ഒന്ന് മൂപ്പിച്ചെടുക്കാം. 2-3 ആഴ്ചയ്ക്ക് ശേഷം ആമസോണിൽ നിന്ന് മീൻ കിട്ടി, അയല. അപ്പോൾ ഇപ്രാവശ്യത്തെ കവർ, നേരത്തെ ട്രാൻസ്പെറൻറ്റ് കവറായിരുന്നു, ഇപ്പോഴത്തെ കവർ തന്നെ ചേഞ്ചായി. നമുക്കിതിൻ്റെ അകത്ത് എത്ര മീനുണ്ട് എന്തോ പിടിച്ചു നോക്കിയാൽ അറിയാം, പക്ഷേ മറ്റേത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാമായിരുന്നു. കഴിഞ്ഞ മറ്റേതൊക്കെ എന്ന് പറയുന്നത് 4 എണ്ണമായിരുന്നു 1/2 കിലോ. ഇത് പക്ഷേ ഇത്തിരി വലുതാണ്, 3 എണ്ണം. മറ്റേത് 4 എണ്ണം, ഒരു കഴുത്തും വാലുമായിട്ടേ കണ്ടിരിക്കാക്കത്തുള്ളായിരുന്നു. എന്താണെങ്കിലും മതി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പറയാം ആമസോണിൽ കിട്ടുമോ പറഞ്ഞു. വിജി ആമസോണിൽ കിട്ടുമോ? പുള്ളിക്കാരിക്ക് ഞാൻ ലിങ്കും കൊടുത്ത്, പുള്ളിക്കാരി നോക്കിയപ്പോഴത്തേക്കിന് നോട്ട് അവൈലബിളാണ്. പെട്ടെന്ന് തീർന്നു. ഞാൻ പിന്നെ 2-3 ആഴ്ച കൊണ്ട് ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു. ഇപ്പം ഞാൻ ഇത്രയുണ്ട്. ഇത് പക്ഷേ വേറൊരു ടൈപ്പ് അയലയാണ്. ഇത് എവിടുന്ന് വരുന്ന എന്തോന്നും നമുക്കറിയത്തില്ല. നമ്മൾ അയല കാണുമ്പോൾ ഒരിത്തിരി യെല്ലോ കളറ്, ഈ മുകൾ പാശമൊക്കെ ഇത്തിരി മിനുക്കമൊക്കെ ഉണ്ടല്ലേ. ഇതാ ആ മുള്ളൊക്കെ ഉള്ളട, ആ മുരുത്ത് പുറകു വശം ഇത്തിരി ഗ്രേ കളർ, ഒരു സൈസ് വേറൊരു കളറ്. ഞാൻ ചിന്തിച്ച് ടേസ്റ്റ് കാണത്തില്ല, എന്തോ ഇതാണെന്നറിയത്തില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടൊക്കെ നമ്മൾ കിട്ടുന്നത് നല്ല ഒരു ഇളം ഒരു സൈസ് യെല്ലോ പോലുള്ളതല്ലേ, മഞ്ഞ കളറിലെ. അപ്പം ഞാൻ ചിന്തിച്ചിനിയും 3 എണ്ണേ ഉള്ളൂ, മറ്റേ 4 എണ്ണം അല്ലേ. തൂക്കി നോക്കിയുണ്ടേ 500 ഗ്രാം ഉണ്ട്. ഞാനവിടെ തുണി കഴുകാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ചെയ്യുന്നത്, എന്നാൽ നമ്മൾ ടൊമാറ്റോയൊക്കെ ഇതിൻ്റെ അകത്തിട്ട് വഴട്ടുമല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു 2 മീഡിയം സൈസിലെ ടൊമാറ്റോ ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായി അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് പോകുന്ന വരെ ഒന്ന്
ചെറിയ തീയിലൊന്ന്, ചട്ടിയല്ല ചെറിയ തീയിലിട്ടൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി കുറച്ച് നേരം ഞാനിട്ടൊന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ ഞാനൊന്ന് നോക്കി ആ സ്പൂൺ എടുത്ത് മണപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൂത്ത മണം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് ഒരു ഇച്ചിരി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇവിടെ ഇച്ചിരി ചാറ് വേണം ചപ്പാത്തി കഴിക്കാൻ, എന്നാലും ഇത്രയും വേണ്ട, ഒരു ഇച്ചിരി ഒന്ന് വറ്റി വരട്ടെ. ഞാൻ ആദ്യം ചിന്തിച്ചു ഒരിച്ചിരി തേങ്ങായൂടെ അരച്ച് ചേർക്കാമെന്ന്. പിന്നെ മടിയായിപ്പോൾ, തേങ്ങ തിരുമിയതൊന്നും ഇല്ലായിരുന്നു. പിന്നെ വീണ്ടും ഇനി തേങ്ങ തിരുമി എടുക്കണമെന്നും പറഞ്ഞ് ഞാൻ തേങ്ങ ചേർത്തില്ല. അപ്പം എനിക്കുള്ള മുട്ട ഞാൻ ഇതിലിട്ടില്ല, അല്ലാതെ എടുത്ത് കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ പുളിയും ആ മസാലയുടെ ഇതും എല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു 2 നുള്ള് പഞ്ചസാര, അത് താല്പര്യമുള്ളവർക്ക് ചേർക്കാം. അതുകൂടെ ഒന്ന് ചേർക്കുമ്പോൾ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനൊരു ഇച്ചിരി ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചപ്പാത്തിക്കുള്ള കണ്ടോ, നേരത്തെ നമ്മുടെ ആൻറ്റിയുടെ ചപ്പാത്തി ഈ ചപ്പാത്തിയായിട്ടുള്ള വ്യത്യാസം കണ്ടോ, ഇത് ഇത്തിരി കട്ടിയുള്ള ചപ്പാത്തിയാണ്. അന്നേരം ലെമൺ ആൻഡ് ഡേറ്റ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു അർജൻറ്റ്, ഇനിയും അന്ന് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോഴേ ഒരു 5-6 കിലോ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ എൻ്റെ ദൈവം കടാക്ഷിച്ചു. ഓർഡർ ഞാൻ അന്ന് എൻ്റെ ഇതിൽ സ്റ്റാറ്റസ് ഇട്ട്, പിന്നെ റേച്ചാൻ്റെ ഇതിലും പതിവില്ല. ഞാൻ അങ്ങനെ റേച്ചാൻ്റെ ഇത് ഞാൻ സ്റ്റാറ്റസ് ഇടുന്നതല്ല, അതിലിട്ടുണ്ടെങ്കിൽ റേച്ചാൻ്റെ ഫ്രണ്ട്സുകൾക്കും വേണമായിരുന്നു. അപ്പോൾ ഇനി കുറച്ചൊരു 2 കിലോ എങ്ങാനും കാണും. ആർക്കെങ്കിലും വേണമെങ്കിൽ ഉടനെ ഓർഡർ ചെയ്തു കേട്ടോ. ഇനിയിപ്പം ഒന്നുകൂടെ ഉടനെ ഇടണം. അപ്പം നാരങ്ങയ്ക്ക് ഇപ്പം വിലയാണ്. ഞാൻ എന്തോ എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ചിലരൊക്കെ ഞാൻ ഇതിന് എക്സ്ട്രാ ഇട്ടൊരു ഇച്ചിരി വില, ഒരു 10-20 രൂപ ഞാൻ മറ്റേതിനേക്കാൾ ഇത്തിരി കൂടുതൽ ഇട്ട് വെച്ചു. പക്ഷേ ഈ ആൾക്കാർ ചോദിക്കുമ്പോഴേ ഞാൻ ആ പഴയ ലിസ്റ്റ് ഇട്ട് കൊടുക്കുമ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും അന്നേരം അവർ ആ പഴയ റേറ്റ് അല്ലേ കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർക്കുന്നത്, ദൈവമേ ഞാൻ വേറൊരു ലിസ്റ്റാണല്ലോ ഉണ്ടാക്കി വെച്ചത്. കാരണം അന്ന് നാരങ്ങയ്ക്ക് ഞാൻ 50 രൂപ നാരങ്ങയ്ക്ക് വിലയുള്ള സമയത്തുള്ള ലിസ്റ്റാണ് ഇത്. ഇപ്പം നമുക്ക് 50 രൂപയും കൂടെ കൂടുതലായില്ലേ. അപ്പം അങ്ങനെ ചിലർക്ക് കൊടുത്ത ലിസ്റ്റിൽ എനിക്കിത്തിരി ഇങ്ങനെ അബദ്ധം പറ്റി. നമ്മൾ ലിസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പറഞ്ഞാൽ അതൊരു മോശമല്ലേ. അങ്ങനെ ഒരു അബദ്ധം പറ്റി എനിക്ക്. അപ്പം ഞാൻ മീൻകറി വെക്കാനായിട്ട്, ഞാൻ പറഞ്ഞില്ല മീൻ വലുതായിരുന്നു, ഒരു തലയുടെ അവിടെ കട്ട് ചെയ്തിട്ട് ഒരു ഇച്ചിരി മാംസം കയറ്റി തലയും കട്ട് ചെയ്ത് 2 പീസാക്കാനുണ്ടായിരുന്നു. ഒരെണ്ണം 2ആക്കാം, തലയും വാലും ആക്കിയുള്ളൂ. മറ്റേതെന്ന് പറയുന്നത് ഇതിനേക്കാൾ ചെറുതായിരുന്നു. എൻ്റെ ഒരു സബ്സ്ക്രൈബർ അബുദാബിയിലുണ്ട്. കഴിഞ്ഞ ദിവസം നെയ്മീൻ കറി വെച്ചിട്ട് എനിക്ക് വീഡിയോ അയച്ചതെന്ന്. എന്നിട്ട് അവിടുത്തെ ഫിഷ് മാർക്കറ്റും കാണിച്ചു. ഗൾഫിലൊക്കെ എന്ത് നല്ല ഫ്രഷ് മീനുകളാണ്. ആ മീനുകൾ കണ്ടിട്ട് കൊതിയായിപ്പോയി. ഇപ്പം ചില വീഡിയോകളിലൊക്കെ ഈ മീൻകറി കാണുമ്പോൾ ഞാൻ പോയി ഓപ്പൺ ചെയ്ത് നോക്കും. അതും നല്ല അലുവ പീസും ഉള്ള കേരയൊക്കെ കാണുമ്പം കൊതി വരുവാന്നുള്ളതാണ്. ഒരിത്തിരി മീൻ ഈ കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇത്രയും മീൻ ക്ഷാമം വന്നിട്ടില്ലായിരുന്നു തോന്നുന്നു. ഈ പ്രാവശ്യത്തെ ആയിരുന്നു ഒരു വല്ലാത്ത ക്ഷാമം. ഇങ്ങനെ ഈ ഓൺലൈനിൽ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ പുളി അപ്പം മീൻ ഇപ്പോൾ ഈ 2-3 ആഴ്ച കൊണ്ട് മീൻ അങ്ങനെ ഉണ്ടാക്കാത്തതുകൊണ്ട് പുളി ഇനി ഒരു 1 കിലോ കൂടെ അങ്ങാണേ കാണുന്നത്. 1 കിലോ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇനി നാട്ടിൽ നിന്ന് പുളി വരുത്തണം. പുളിയൊക്കെ എൻ്റെ തീർന്നു. ഇപ്പോൾ ഈ മീൻകറി നമ്മൾ സ്ഥിരം വെക്കുന്നുണ്ടെങ്കിൽ പുളി എടുത്തങ്ങ് ഇടുവല്ലേ അങ്ങ്. ഞങ്ങളുടെ വീട്ടിലും ഇപ്പം 2-3 കൊല്ലം കൊണ്ട് 2 മരം കൊണ്ട് കായ്ക്കുന്നുണ്ട്. ഒത്തിരി അങ്ങില്ല, എന്നാലും ആവശ്യത്തിനുള്ളതുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, പ്രൈസമോന് പനിയാന്നേലും ഇച്ചിരി ഫുഡ് കഴിക്കുന്ന സമയത്തുള്ള വീഡിയോ ആയിരുന്നെന്ന്. കുറേ നാളായാലും ഞാൻ പറഞ്ഞില്ല, 2-3 ആഴ്ചയായി മീൻ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അവനും ഇച്ചിരി മീനിനൊക്കെ അതിനോടൊക്കെ ഇത്തിരി താല്പര്യമുള്ള. ഞാൻ പറഞ്ഞു അവന് പീസില്ലേലും ഈ ചാറ്, മീനിൻ്റെ ചാറ്. അപ്പോൾ ഇതൊന്ന് തിളച്ചിങ്ങനെ വന്നപ്പം ഞാൻ നോക്കിയിട്ട് പ്രൈസമോൻ 2 തുള്ളക്കം. അപ്പം ഞാൻ ചോദിച്ചു എന്തുവാടാ, കാരണം യൂ എന്നൊരു പറച്ചിൽ. ഞാൻ ചോദിച്ചു എന്തുവാടാ, ഫിഷ് കറിയാ? ഞാൻ പറഞ്ഞു പിന്നെ നിനക്ക് നീ ഇത് ആയുസി കണ്ടിട്ടില്ലല്ലോ നിൻ്റെ ഈ തുള്ളക്കം കാണുമ്പോൾ. ഉള്ളപ്പം ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് വെക്കുന്നുണ്ടേ അവർക്ക് വേണ്ട, അല്ലാത്തപ്പം കിട്ടാതിരിക്കുന്നുണ്ടേ. എനിക്കല്ലേലും ആ സമയത്ത് മീനായിരുന്നു എനിക്കിഷ്ടം. അവൻ്റെ ഒരു തുള്ളക്കം കാണണമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 എണ്ണത്തിൽ പരിഞ്ഞിലുണ്ടായിരുന്നു, ഒരെണ്ണത്തിൽ അത്ര മൃഷയില്ലായിരുന്നു. ഇത് ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഞാനങ്ങ് ഇതിൻ്റെ അകത്തങ്ങ് ഇട്ട്. അപ്പോൾ മീനെല്ലാം പറക്കിയിട്ട് കറിവേപ്പില ഇട്ട് അത് നടപ്പത്തിട്ടിട്ട് വേണം ഇനി തുണി വിരിക്കണം. അതൊരു ടാസ്ക്കാണ്.
ഇപ്പം തുണി വിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ ഉള്ളതുകൊണ്ട് വെളിയിലിടാനും ബുദ്ധിമുട്ടാണ്, ഉണങ്ങാൻ പ്രയാസമല്ലേ. എത്ര അകത്തിട്ടാലും അതൊന്ന് നനഞ്ഞൊരു തണുപ്പ് പോലെ ഇരിക്കും എത്ര ഉണങ്ങിയാലും. ഞാനേ തുണി വിരിക്കട്ടെ, കുറേ നാളായി തുണി വിരിക്കുന്ന കണ്ടിട്ട്. അപ്പം തുണി വിരിക്കാം. അപ്പം ചിലപ്പോഴെങ്ങാനും എനിക്ക് ഈ പെടലിയൊക്കെ വേദന വരുവാണെങ്കിൽ ഇങ്ങനെ മേപ്പോട്ട് നോക്കി ഇടണ്ടേ. അപ്പം പോൾ ഇടണ്ടെങ്കിൽ ഞാൻ പറയാം, എടാ ഈ പാസേജിൽ എങ്ങോട്ടാ നീ ഒന്ന് വിരിക്കുമോയെന്ന് ചോദിക്കും. അപ്പോൾ അവന് വിരിക്കാൻ തയ്യാറാണ്. ഇതുപോലെ തുണി ആ കമ്പേ കുത്താൻ അവൻ അറിയത്തില്ല. പിന്നെ ഞാൻ കമ്പേ കുത്തി കൊടുക്കണം. ഞാൻ അന്നേരം പറയും, എന്നാൽ പിന്നെ ഞാനങ്ങ് ഇട്ടോളാം. ഞാൻ അവിടെ നിന്ന് തുണിയല്ല ഇതുപോലെ കമ്പേ കുത്തി അവനെടുത്ത് അങ്ങോട്ട് ഇടും. അവന് നീളമുള്ളതുകൊണ്ട്, എന്നേക്കാൾ നീളം ഉണ്ടല്ലോ അവന്. അപ്പം ഞാനിതൊന്ന് ഷീറ്റൊക്കെ ഉണങ്ങാനാണ് പ്രയാസം. ഈ ഷീറ്റ് മാറ്റുന്ന ഉടനെ പിന്നെ ബുദ്ധിമുട്ടാണ്. അന്നിവിടെ പോളും പ്രീസനും ഉള്ള ദിവസമായിരുന്നു. ഇവന്മാർ രണ്ടും ഉണ്ടെങ്കിൽ എൻ്റെ ജോലി നടക്കത്തില്ല. ഇങ്ങനെ പോൾ ഇത്രയും വലുതായെങ്കിലും രണ്ടും കൂടെ ഞോണ്ടിയിരിക്കും. പോള് പ്രൈസിനെ ഇടയ്ക്ക് ചെന്ന് ഉമ്മ കൊടുക്കാനും താലോലിക്കാനും ഒക്കെ ഒന്ന് പോകും. അപ്പോൾ ഇവനാണെങ്കിൽ പ്രൈസനാണെങ്കിൽ അന്നേരം അങ്ങ് അലറും. ചുമ്മാ ഇല്ല ചീവീട് പോലെ അലറും. ഞാൻ അന്നേരം പറയടാ പ്രൈസ ഇങ്ങനെ അലറല്, നാട്ടുകാർ മൊത്തവും കേൾക്കുവാടാണ്. അതിനാ മറ്റവനൊന്ന് എന്തെങ്കിലും ചെയ്താൽ ഉടനെ ഇവനങ്ങ് അലറിക്കൊണ്ടിരിക്കും. അതാ ഇവിടുത്തെ ബഹളം. പിന്നെ ഇവൻ മൊബൈൽ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോള് പറയാം, ഇവൻ്റെ ഇരിക്കുന്നത് സിമ്മൊന്നും ഇല്ലാത്ത ഒരു പഴയ മൊബൈലാണ്, അതിൻ്റെ അകത്ത് ഗെയിമും അതും ഇതൊക്കെ ഉണ്ട്. അപ്പം മറ്റവൻ പറയും, അതിവിടെ തട, ഞാൻ പാസ്വേഡ് ഇടും. ഞാൻ പറയും, നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം അവൻ എന്തോ ചെയ്യുന്നതുള്ളത്. നിന്നോടിപ്പം ഞാൻ നിൻ്റെ മൊബൈൽ ഇതാ ഞാൻ പാസ്വേഡ് ഇട്ടെന്ന് പറഞ്ഞാൽ നിനക്കെന്ന്. ഇവൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചിടായിക്കണം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇവനെ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കണം. അതേ ഉള്ളു കാര്യം, നിസാര കാര്യം, ഉള്ളി തൊലിച്ച കാര്യമായിരിക്കും. അത് പിന്നെ ഭയങ്കര പ്രശ്നമാവും. റീസൺ അന്നേരം എൻ്റെ അടുത്ത് മീൻകറിയുടെ കാര്യമാണ് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു. മീൻകറി തിളയ്ക്കുന്ന കണ്ടോണ്ട് റീസമ്മോൻ പറഞ്ഞു, മമ്മി മീൻകറിയാണോ? റീസമ്മോൻ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചൂട് തുടങ്ങുന്നുണ്ടല്ലോ. റീസൺ റെസ്റ്റ് എടുക്ക. ഓക്കെ, ഇനി പോയി അവിടെ കിടന്നുറങ്ങാൻ നോക്ക്. മൊബൈൽ ഇനി എടുക്കണ്ട. വേണ്ട, സ്ട്രെസ് ചെയ്തതിൻ്റെ പനി. മീൻകറിയുടെ മണം കുറേ നാളായില്ലേ മീൻകറി. റൈസൻ തുള്ളി ആയിസിൽ കണ്ടിട്ടില്ലാത്ത പോലെ മീൻകറി വന്നോ. അപ്പോൾ മീൻകറിയൊക്കെ വറ്റി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് വെച്ചായിരുന്നു. പിന്നെ ഇവർക്ക് ചപ്പാത്തി കൊടുത്തായിരുന്നു. മുട്ടക്കറി ഇനിയും ലാസ്റ്റിൽ ഒരു റീച്ചാൻ്റെ മുട്ടയെ ഉള്ളു, ബാക്കി എല്ലാവർക്കും കൊടുത്ത് കാണിക്കാൻ പറ്റിയില്ല. ആ മുട്ടക്കറിയുടെ ചാറൊക്കെ അങ്ങ് ഇത്തിരി പറ്റിയായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.